ഹരിയാനയിൽ ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഇനി അവസാന 2 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുക. ആ ഘട്ടങ്ങളിലാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ രസകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഹരിയാനയിൽ BJP സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് സ്വതന്ത്രന്മാരുടെ പിന്തുണയോടൊപ്പമാണ് BJP സർക്കാരിനെ നിലനിർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വരുന്ന വാർത്ത, അവിടെ നിന്ന് സ്വതന്ത്രന്മാർ, പ്രത്യേകിച്ച് 4ഓളം സ്വതന്ത്രന്മാർ തങ്ങളുടെ പിന്തുണ പിൻവലിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. നേരത്തെ ഏകദേശം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സർക്കാർ ഏകദേശം 90 അംഗ നിയമസഭയിൽ 42 സീറ്റായി BJPയുടെ സഖ്യകക്ഷികളുടെയും സീറ്റുകൾ ചുരുങ്ങുകയും പ്രതിപക്ഷ പാർട്ടികളുടേത് 46ആയി വർദ്ധിക്കുകയും ചെയ്തു. 2 സീറ്റിൽ നേരത്തെ തന്നെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ചുരുക്കത്തിൽ കോൺഗ്രസിന് ഏതാണ്ട് സംസ്ഥാന നിയമസഭയിൽ അധികാരം നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതൊരു പക്ഷേ കോൺഗ്രസിനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടികൾക്ക് നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റും ഏതാണ്ട് തൂത്തുവാരി അധികാരത്തിലെത്തിയ പാർട്ടിയാണ് BJP. ഒരുപക്ഷെ വലിയ അമിത ആത്മവിശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരും BJPയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ അവർ പുലർത്തുന്നത്. നേരത്തെ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ദേവിലാൽ അദ്ദേഹത്തിന്റെ ആശയത്തിൽ അധിഷ്ഠിതമായി രൂപീകരിച്ച ജനനായക ജനതാ പാർട്ടി എന്ന് പറയുന്ന JJPയുടെ പിന്തുണ BJPക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ BJP നേരത്തെ തന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് ആ പിന്തുണ ഒഴിവാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പിന്തുണ ഇല്ലാതാക്കി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി എല്ലാ തരത്തിലും തങ്ങൾക്ക് ഹരിയാനയിൽ തീർച്ചയായിട്ടും വലിയ മുൻപന്തിയിൽ എത്താം എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചു. എന്നാൽ നമ്മൾ ഹരിയാനയെ പരിശോധിക്കുമ്പോൾ കാണുന്നത്, ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വലിയ ഭരണവിരുദ്ധ വികാരം BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ നിന്ന് രാജിവെച്ചിട്ടുള്ള 3 MLA-മാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത്, പ്രത്യേകിച്ച് സോബീർ സാങ്വാൻ, അതുപോലെ തന്നെ രൺധീർ ഖുല്ലൻ, ധനപാൽ ഗുണ്ടാർ, ഇങ്ങനെ പറയുന്ന 3 പേരാണ് രാജിവെച്ചിരിക്കുന്നത്. സ്വതന്ത്രരാണ് രാജിവെച്ചിരിക്കുന്നത്. അവർ പറയുന്നത് BJPയുടെ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മയും കർഷക സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്, BJP അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തങ്ങൾ രാജിവെക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ BJP വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. BJP പറയുന്നു അങ്ങനെയല്ല, അവർ നേരത്തെ തന്നെ പാർട്ടി വിട്ടു പോകാൻ തീരുമാനിച്ചവരാണ്. അവരതിനു വേണ്ടുന്നുള്ള കാരണങ്ങൾ നിരത്തുന്നതിനപ്പുറം മറ്റൊരു കാരണവും തങ്ങൾക്കില്ല എന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നേരത്തെ തന്നെ ഹരിയാനയിൽ മറ്റൊരു നാടകം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഹരിയാനയിൽ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഖട്ടറിനെ മാറ്റി, അതായത് മനോഹർലാൽ ഖട്ടറിനെ മാറ്റിക്കൊണ്ട് പുതിയ സൈനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവരാൻ BJP മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടാണ് BJP അധികാരത്തിലേക്ക് അവിടെ നിലനിർത്തിയത്. അവിടെ അന്ന് ഇദ്ദേഹത്തിനെതിരെയുള്ള വോട്ടെടുപ്പ് നടന്നപ്പോൾ, അവിശ്വാസ പ്രമേയം നടന്ന സമയത്ത്, ചർച്ചകൾ നടന്ന സമയത്ത് വിപ്പ് ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന 4 പേരും സഭയിലെത്തിയിരുന്നു. അന്ന് അവർ പിന്തുണ, ഒരുപക്ഷെ വോട്ടെടുപ്പിൽ അവർ പങ്കെടുത്തില്ല എങ്കിലും ഏതാണ്ട് പിന്നീട് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ അവർക്ക് വേണ്ടുന്ന പിന്തുണ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പിന്നീട് പ്രവർത്തന രംഗത്തേക്ക് വരുന്നതായി കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, ഈ സ്വതന്ത്രർ ഇപ്പോൾ പിന്തുണ പിൻവലിച്ച് ഏതാണ്ട് കോൺഗ്രസിന് പിന്തുണ നൽകിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ അടിസ്ഥാനപരമായി BJP പറയുന്നത് അവർക്ക് അവസാന ഘട്ടത്തിൽ അവർക്ക് പല മന്ത്രിസ്ഥാനങ്ങളും അവർക്ക് കിട്ടിയില്ല എന്നുള്ളതിനെ ചൊല്ലിയാണ് അവർ മന്ത്രിസഭ വിട്ടുപോയത്. അവർ തങ്ങളോടൊപ്പം, മന്ത്രിസഭയല്ല, തങ്ങളോടൊപ്പം പിന്തുണ നൽകിയിരുന്നവർ അത് വിട്ടുപോയത് എന്നാണ് BJP പറയുന്നത്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത് അങ്ങനെയല്ല. അവർ തീർച്ചയായിട്ടും BJPയുടെ അജണ്ടയിൽ പ്രതിഷേധിച്ച് മനമെടുത്തു വന്നവരാണെന്നാണ്. എന്തായാലും ഒരു കാര്യം, വളരെ വലിയ മാറ്റങ്ങളാണ് ഹരിയാനയിൽ കാണുന്നത്. ശക്തമായ, ഒരുപക്ഷെ BJPയുടെ അമിത ആത്മവിശ്വാസം ചെറിയ തിരിച്ചടി നൽകിയേക്കാവുന്ന ഒരു സംസ്ഥാനമായി ഹരിയാന മാറുന്നുണ്ട്. നേരത്തെ അവരെ പിന്തുണച്ചിരുന്ന JJP, അവരുടെ കൂടെയല്ല, JJP 10 സീറ്റിലും മത്സരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് 1 സീറ്റിലും, കോൺഗ്രസ് 9 സീറ്റിലും, ആം ആദ്മി പാർട്ടി 1 സീറ്റിലുമായിട്ടാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അനുയോജ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാൻ പോലും BJP ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന്, കോൺഗ്രസിൽ നിന്ന് എത്തിയ നവീൻ ജിൻഡാലിനെയും അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന രഞ്ജിത്ത് സിംഗ് ചൗട്ടാലയും ഒക്കെ ഇപ്പോൾ മത്സരിപ്പിക്കുവാൻ വേണ്ടി BJP രംഗത്തിറക്കിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പൊ അതൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ജാട്ട് ഇതര വോട്ടുകൾ എങ്ങനെയും നേടിയെടുക്കുക എന്നുള്ളതാണ് BJP അവിടെ ലക്ഷ്യം വെക്കുന്നത്. ഭരണവിരുദ്ധം മറികടക്കുക എന്നുള്ള വലിയൊരു പ്രശ്നം BJPയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ട്. അതുപോലെ തന്നെ മന്ത്രിസഭയിൽ
തങ്ങളോടൊപ്പം അഭിപ്രായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് പുറത്തു പോയിട്ടുള്ള 3 പ്രധാനപ്പെട്ട സ്വതന്ത്രരെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി ഉയർത്തുക എന്നുള്ളൊരു വലിയ കടമ്പ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുള്ള മറികടക്കുക എന്നുള്ളൊരു വലിയ ചലഞ്ച് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ കർഷക സമരം വളരെ സങ്കീർണമാകിയിരുന്ന ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ പ്രശ്നം വേണ്ടത്ര ഭംഗിയായി പരിഹരിക്കാൻ കഴിയാതെ പോയിട്ടുള്ളത് BJPക്ക് തിരിച്ചടിയാകും എന്നുള്ള ഒരു ഘടകം ഹരിയാനയിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ മണ്ഡലത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലും BJPക്ക് ഏറ്റവും അഭിമതരായിട്ടുള്ള, ജനങ്ങൾക്ക് അഭിമതരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി നന്നായി ഫീൽഡ് ചെയ്യുന്നതിൽ BJPക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ അല്ല അവർ ഫീൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു വിമർശനം ഹരിയാനയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രതിഷേധ ഘടകമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ഘടകങ്ങളായിട്ട് തന്നെയാണ് ഹരിയാനയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ തവണ 10 സീറ്റും തൂത്തുവാരിക്കൊണ്ട് അധികാരത്തിലെത്തിയ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും, നിയമസഭയിൽ തങ്ങൾക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാർ ഏതാണ്ട് താഴേക്ക് പതിക്കാൻ പോകുന്നു, വലിയ ആന്റി ഇൻകംബൻസി ഫാക്ടർ BJPക്കെതിരെ നിലനിൽക്കുന്നു, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ പല ആരോപണങ്ങളും BJPക്കെതിരെ, പ്രത്യേകിച്ച് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് സഖ്യം അവര് നേരത്തെ ഉണ്ടാക്കിയിരുന്ന നീക്കുപോക്കുകൾ, പ്രത്യേകിച്ച് സ്വതന്ത്രന്മാർ പിന്തുണ കൊടുത്തപ്പോൾ അവരെ വേണ്ടത്ര പരിഗണിച്ചില്ല എന്നുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വരുന്നു. അതുകൊണ്ടാണ് അവര് മന്ത്രിസഭ അല്ലെങ്കിൽ ഈ കോൺഗ്രസിന് BJPക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. അവർ പറയുന്ന മറ്റു കാരണങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും സ്വതന്ത്രർ മത്സരിച്ചു വരുമ്പോൾ അവർ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കും. എന്നാൽ ആ ഒരു കോംപ്രമൈസിന് അല്ലെങ്കിൽ ആ അനുനയങ്ങൾക്ക് ഒരുപക്ഷെ BJP തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് BJPയുടെ അമിത ആത്മവിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ ഘടകമായി വിലയിരുത്തപ്പെടുന്നത്. അതൊരുപക്ഷെ BJPയോടൊപ്പം ഇല്ലാത്തതും, അതുപോലെ തന്നെ നേരത്തെ പിന്തുണ കൊടുത്തിരുന്ന ഈ സ്വതന്ത്രന്മാർ ഇപ്പൊ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതും ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും, ഏറ്റവും അനുകൂലമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ BJPക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും, കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്നവരെ പിടിച്ച് ഉടൻ തന്നെ മത്സരരംഗത്തേക്ക് ഇറക്കിയതും, മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരാളെ രാജിവെപ്പിച്ച് മത്സരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായതും, ഇതൊക്കെ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വളരെ വലിയ തിരിച്ചടികളാണ്. ചുരുക്കത്തിൽ BJPക്ക് മുന്നോട്ട് വെക്കാവുന്ന പോസിറ്റീവ് അജണ്ടകളെക്കാൾ ഏറെ ഒരുപാട് വിമർശനങ്ങൾ BJP നേരിടുന്ന, പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന എന്നുള്ളത്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവിടെ 10 സീറ്റേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നേടുന്ന നേട്ടങ്ങൾ തന്നെ BJPക്ക് ഒരുപക്ഷെ കേന്ദ്രത്തിൽ സർക്കാരുകൾ രൂപീകരിക്കാൻ മതിയാകും എന്നുള്ളതാണ്. ഹരിയാനയിൽ വലിയ നഷ്ടങ്ങൾ BJPക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിലും നേരത്തെ കിട്ടിയ അത്രയും സീറ്റുകൾ 100% നിലനിർത്തുവാൻ BJPക്ക് കഴിയില്ല എന്ന് അവിടുത്തെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആർക്കും നിഷ്പ്രയാസം പറയാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ധാരാളം പ്രശ്നങ്ങൾ അവിടെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. സ്വതന്ത്രന്മാരുടെ രാഷ്ട്രീയം ചർച്ചയാകുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ പല വിഭാഗങ്ങളെയും തെരഞ്ഞെടുപ്പിൽ ഒരു കോംപ്രമൈസ് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ വിവിധ വിഭാഗങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് മെയ്വഴക്കം ഒരുപക്ഷെ BJP പ്രകടമാക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് ഹരിയാന വിലയിരുത്തപ്പെടുന്നത്. എത്രമാത്രം ജാട്ട് വോട്ടുകൾക്ക് അതീതമായി എത്രമാത്രം വോട്ടുകൾ BJPക്ക് പിടിക്കാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എന്നാൽ അതിന് എത്രമാത്രം കഴിയും എന്നുള്ള കാര്യത്തിലുള്ള സംശയമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒക്കെ ഉയർത്തുന്ന വലിയ ഭീഷണിയും JJP അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മത്സരിക്കുന്നതും ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ്. മാത്രമല്ല, അവസാന നിമിഷം ഉണ്ടായിട്ടുള്ള ഈ നിയമസഭയിൽ ഒരുപക്ഷെ സർക്കാർ തന്നെ താഴെ വീഴുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അതും BJPക്ക് പ്രതികൂലമായി മാറുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഹരിയാന രാഷ്ട്രീയം ഒരുപക്ഷെ BJPക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം നൽകിയതുപോലെയുള്ള സന്തോഷകരമായ ഒരു വാർത്ത നൽകണമെന്ന് ഉറപ്പില്ല. എങ്കിൽ കൂടിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP ശക്തമായി നിലകൊള്ളുമെന്നുള്ള സൂചനകളാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹരിയാന രാഷ്ട്രീയം കലങ്ങ് മറിഞ്ഞു തന്നെയാണ് തുടരുന്നത്. അവിടെ BJPക്ക് നേട്ടങ്ങളെക്കാൾ നഷ്ടങ്ങൾ ഉണ്ടാകാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യത എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.